നമസ്കാരം. ഞാൻ സാധാരണയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന പത്മജ ചേച്ചിയുടെ രാഷ്ട്രീയപരമായ ഇൻ്റർവ്യൂ എടുക്കാനാണ് പോകാറുള്ളത്, എൻ്റെ ദീർഘകാല എക്സ്പീരിയൻസ്. ഇന്ന് മറ്റൊരു വെറൈറ്റി സംഭവമായിട്ടാണ് എത്തിയത്. ചേച്ചി നമസ്കാരം. എൻ്റെ പേർക്ക് നമസ്കാരം. ഞാൻ സാധാരണ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. ഇന്നിപ്പം വേറിട്ട ഒരു സംഭവമായിട്ട് എത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ്? എന്താണ് ഇത്തരം ഒരു കോൺസെപ്റ്റ് വരാൻ കാരണം? അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഏത് മീറ്റിങ്ങിന് പോയാൽ പോലും നമ്മുടെ പാർട്ടിക്കാരൊക്കെ ഇത് എവിടുന്ന ചോദിച്ചു, ഞാൻ പറയും ഇല്ല ഇതിനധികം വിലയൊന്നുമില്ല, പക്ഷെ അതിലൊരു വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്കിതിൽ എന്തോ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്കും കൂടി എല്ലാവരും ചോദിക്കും എവിടുന്ന സാരി എവിടുന്ന. അപ്പോൾ ഞാനിത് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആ ചേച്ചിയുടെ രഹസ്യം പൊളിയും, ഞങ്ങളവിടെ ഒന്ന് മേടിച്ചു. അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ്. ഞാൻ എൻ്റെ മാതിരി തന്നെ ബാക്കിയുള്ളവരും നന്നായി ഡ്രസ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ ചൂട് സമയമാണ് ഇപ്പോൾ അല്ലേ? ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ്റെ ചൂട് സമയത്താണ് ഇത്തരം ഒരു കോൺസെപ്റ്റുമായിട്ട് വന്നേക്കുന്നത്. ബാക്കി എല്ലാവരും എന്ത് പറഞ്ഞു? അല്ല, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചില്ല. എല്ലാവർക്കും എൻ്റെ ഈ ഒരു കഴിവ് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞാൽ നാളെ കാലത്ത് ഞാൻ നമ്മളെ തൃശ്ശൂർക്കാണ്. കാരണം നാളെ എനിക്ക് കമ്മിറ്റി ഉണ്ട്, ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്നും ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര റിലാക്സേഷൻ. അപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവാകും. ഒരു ദിവസം അങ്ങനത്തേനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം എനിക്ക് പണിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടേ മതി, രണ്ടും കൂടി കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ. അല്ല, നേരത്തെ പറയുന്നത് കേട്ടു പത്മജ ചേച്ചിയുടെ സാരിയുമായിട്ടും ഇത് കോമ്പിനേഷൻ കുറേ പറഞ്ഞു. അതെങ്ങനെയാണ് കണ്ടെത്തിയത്? ഇങ്ങനെ ഒരു ചേച്ചിയും കൂടി കൊണ്ടുവരാനുള്ള ഒരു ദീർഘവീക്ഷണം വേണമല്ലോ. പത്മേച്ചി ഇത്രയും നല്ലൊരു കസ്റ്റമറിന് എല്ലാ ഷോപ്സിനോട് ചോദിച്ചാലും അറിയാം. പത്മേച്ചി എന്ന് പറഞ്ഞ കസ്റ്റമർ ഇങ്ങനെ സെക്കൻഡ്സ് കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഇത് ഇങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക, എങ്ങനെയാണ് സെലക്ഷൻ, വിരലിൻ്റെ തുമ്പത്ത് സെലക്ഷൻ ചെയ്യും. അത് ഫാമിലിയിലെ വെഡിങ്ങിൻ്റെ ചോയ്സ് പോലും പത്മേച്ചി സെക്കൻഡ്സ് കൊണ്ടാണ് പർച്ചേസ് ചെയ്യുക. ഒരുപാട് തോട്ടൊന്നുമില്ല, നിന്ന് ഒരുപാട് സമയം വലിച്ചു വരിക, അതൊന്നുമില്ല. പത്മേച്ചി ഇങ്ങനെ ക്ലിക്കാണ് പർച്ചേസ്. അത് ഭയങ്കര ടാലൻ്റാണ്. ഞാൻ വളരെ റെയർലി കണ്ടിട്ടേ ഇല്ല അങ്ങനെ കസ്റ്റമറിനെ. എല്ലാവർക്കും കുറേ നേരം ഉടുത്ത് നോക്കണം. ചോദിച്ചാൽ ഉടുത്ത് നോക്കുന്ന പ്രശ്നമില്ല, പത്മേച്ചി ഇങ്ങനെ നോക്കി തന്നെ പറയും. പിന്നെ പത്മേച്ചി ഒരു സാരീനെ നമ്മൾ കൊടുക്കുന്ന സാരി, ചെയ്ത് കൊടുക്കുന്ന സാരി പത്മേച്ചി വേറെ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിന്ന് പത്മേച്ചിനെ ഫുൾ ബ്ലാക്ക് പ്രതീക്ഷിച്ചു, പത്മേച്ചി അതിൻ്റെ കൂടെ റെഡ് ബ്ലെൻഡ് ചെയ്യും. പത്മേച്ചി എന്താണ് ബ്ലെൻഡ് ചെയ്യാൻ പോകണമെന്ന് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാം. ചേച്ചിയുടെ നല്ല കളർ സെൻസാണ്. പിന്നെ അടുത്തൊരു കാര്യം, പത്മേച്ചിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി, എനിക്ക് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഫാഷൻ ഷോ അല്ല, സത്യം പറഞ്ഞ ഒരു ഡിസൈനർ ബ്രാൻഡ് ലോഞ്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഷോസ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വാട്ട് ഇസ് ദിസ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല. സാധാരണ ദിസ് ഇസ് എ ഫാഷൻ എലിവേഷൻ പ്രോഗ്രാം. അതായത് ഇതിനകത്ത് എല്ലാവരും അവരുടേതായ ഫാഷൻ സെൻസിൽ വോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേദി ഇനിയും വളരെ ഉയരങ്ങളിലോട്ട്, അതായത് ആരും നമ്മുടെ കൊച്ചിയിലോട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നു ചേരാൻ വേണ്ടി ചേച്ചിയുടെ ഒരു പദ്ധതിയാണ്. സോ ഇത് തന്നെ ചേച്ചിയുടെ ആ ടൂറിസം ഡെവലപ്മെൻറ്റും സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റും എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടൊരു പ്രൊജക്റ്റ്. അപ്പോൾ അതിലൂടെ ഫാഷൻ ബ്ലെൻഡ് ചെയ്തു. തീർച്ചയായും ഈ പറഞ്ഞ പോലെ ടൂറിസത്തിന് വലിയ സാധ്യത ഉള്ളതാണ് കേരളം അല്ലേ? നമുക്കറിയാം ടൂറിസത്തിന് ഏറ്റവും സാധ്യത, അത് വേണ്ട രീതിക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തോന്നുന്നു. അതെ, ഉണ്ട്, നല്ലോണമുണ്ട്. കാരണം ഇത്രയും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഇതില്ല കേരളം മാത്രം. പക്ഷെ അത് എത്ര പേര് ഇതാവുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് ACC മീറ്റിങ്ങിൽ റായ്പൂരിൽ പോയി. അവർക്ക് അവരുടേതായിട്ടുള്ള സാരികളുണ്ട്. അപ്പോൾ അത് പോയിട്ട് ആൾക്കാർ ഭംഗിയില്ലല്ലോ, അവരുടെ സാരികൾ അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് വാങ്ങിപ്പിക്കും. നമുക്ക് ഭംഗിയില്ല കേരള സാരി ഉണ്ട്, പക്ഷെ അത് വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഭംഗിയില്ല. അതിൽ നമ്മൾ എന്തെങ്കിലും വേറെ വർണ്ണങ്ങളൊക്കെ കൊടുത്ത് അത് മാറ്റി കൊടുത്താൽ ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞാൻ എപ്പോഴും മുണ്ടും നേരിയതിൻ്റെയൊക്കെ സാരി ഞാൻ ഭയങ്കര ഭംഗിയിൽ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇവിടുന്ന് ഇത് ഏത് ഇതൊക്കെ സ്വന്തം ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം അടുത്തിരിക്കുന്നു. എൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചു പോകാൻ നടത്താം. രാഷ്ട്രീയമാണ്, ലോക്സഭ ഇലക്ഷൻ വരെയാണ്, സീറ്റ് ചർച്ചകളൊക്കെ ആരംഭിച്ചു എന്ന് അറിയണം. എവിടെയാണ് മത്സരിക്കുക? ഇല്ല, ഞാൻ മത്സരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് 19 MP-മാരുണ്ട്. ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിപ്പോൾ ആരാന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് ആലപ്പുഴയാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്യും. ഇക്കാര്യത്തിൽ യാതൊരു സംശയം. ഫുൾ ടൈം ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ അതായിരിക്കും. കാരണം എൻ്റെ പാർട്ട്ണറിലുണ്ട്, ആ കുട്ടി നോക്കിക്കോളും. നമുക്ക് അതിൻ്റെ ടെൻഷനില്ല. അല്ല, ഒരു ടെൻഷൻ. പക്ഷെ സെലക്ഷനൊക്കെ ഞാൻ തന്നെ വെച്ചു. പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ചേച്ചിയൊക്കെ ദീർഘകാലം കോൺഗ്രസിൻ്റെ ആളായിട്ട് തന്നെ ലീഡർ ഇങ്ങനെ വരുമ്പോൾ നോക്കിയാൽ നമ്മുടെ കോൺഗ്രസ്സിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ പുറത്തു നിന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ്, രാഷ്ട്രീയ വീക്ഷിക്കുന്ന ഒരാളുകളാണ്.
വീഴ്ചകൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് 5 സ്റ്റേറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 2 സ്റ്റേറ്റ് നമുക്ക് നഷ്ടപ്പെടും. അതൊക്കെ എങ്ങനെയാണ് ഒന്ന് പത്മ ചേച്ചി ഒന്ന് റീതിങ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇല്ല, തീർച്ചയായിട്ടും അതിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ശ്രദ്ധ വേണം. കുറച്ചും കൂടിയല്ല, നല്ലോണം. കാരണം ഒരു എന്താ പറയേണ്ടത്, ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ പാർട്ടി വിട്ടു പോകുമ്പോൾ അത് എന്തുകൊണ്ടാണ് അവർ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്, അതിനൊരു നല്ലൊരു നേതൃത്വം നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെല്ലാം ഈ പറഞ്ഞ മാതിരി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ അത്രയില്ല കേട്ടോ. കേരളത്തിൽ കുറച്ചും കൂടി ഇപ്പോഴും പോകുന്നത് അതെന്താ വെച്ചാൽ ശക്തരായിട്ടുള്ള നേതാക്കളുണ്ട്. മറ്റേത് നമ്മൾ കുറേ നേതാക്കൾ വിട്ടുപോയി നമ്മൾ. അപ്പോൾ അവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാരണം ഞാൻ കുട്ടിക്കാലത്ത് നിന്നല്ല, ഒരുവിധം പ്രായമായപ്പോൾ തന്നെ ഇഷ്ടമാതിരി നല്ല നേതാക്കളെ കണ്ട് വളർന്നിട്ടില്ല. ഞാൻ ദില്ലി 14 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരൊക്കെ കാണാതിരിക്കുമ്പോൾ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് പത്മ ചേച്ചി രാഷ്ട്രീയമായിട്ട് പറയാനുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടു പഴങ്ങിയ നേതാക്കന്മാർ ഇനിയും പാർട്ടിയിലേക്ക് തിരിച്ചു വരണം, നല്ല പരിപാടിയുമായിട്ട് മുന്നേ. അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചിയുടെ ഭാഷണവുമായി ബന്ധപ്പെട്ട് എന്തായാലും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ പാർട്ടിനെ നോക്കിക്കോളും എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിൽ എനിക്ക് ടെൻഷനില്ല, ഇനി രാഷ്ട്രീയത്തിലാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.